സജ്ജനങ്ങളെ, സത്യാന്വേഷികളായ രണ്ടുപേരുടെ സംഭാഷണ മധ്യേ അതിസുന്ദരിയായ ഒരു സ്ത്രീ അതുവഴി നടന്നുപോയി. അതിലൊരാൾ പറഞ്ഞു, ഇത്രയും അടക്കവും ഒതുക്കവും ഭവ്യതയുമുള്ള പാവപ്പെട്ട സ്ത്രീയാണെന്ന് തോന്നുന്നു. ഉടനെ മറ്റേയാൾ ചോദിച്ചു, നീ ഏത് കണ്ണുകൊണ്ടാണ് അവരെ നോക്കിയത്? കാണേണ്ട കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഇത്രയും മഹാഭാവിയായിരുന്നോ എന്ന് തിരിച്ചറിഞ്ഞു. സിദ്ധമണ്ഡലത്തിലൂടെ നീങ്ങുന്ന ഓരോ ആത്മാക്കൾക്കും ഓരോ അനുഭവങ്ങളാണ് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മഹത്തായ ബോധത്തിലെത്തിയ, ബ്രഹ്മത്തിലെത്തിയ യഥാർത്ഥ ഗുരുവിൻ്റെ ശിക്ഷണത്തിലെത്തുമ്പോഴാണ് ജന്മജന്മാന്തരങ്ങളായി തുടർന്നു വന്നിരിക്കുന്ന ഓരോ അബദ്ധങ്ങളും ഗുരു ചൂണ്ടിക്കാണിച്ചതെന്ന്. പുതിയ കർമ്മബന്ധങ്ങളിൽ ചെന്ന് പെടാതെ ഉള്ളതിൽ വ്യക്തതയും സ്വസ്ഥതയും വരുത്തി കർമ്മവും കർമ്മബന്ധങ്ങളും തീർത്തു പോകാൻ അനുഗ്രഹരൂപേണ ആ ഗുരു വഴിയൊരുക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട അവസ്ഥയെ ശരണം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് തിരിച്ചറിയുക. ആ വിശ്വാസം തന്നെയാണ് മോക്ഷവിത്തും. സംശയം ഉള്ള കാലത്തോളം അത് പ്രാരബ്ധ വിത്താണെന്ന് തിരിച്ചറിയുക. പ്രാരബ്ധങ്ങൾ ഒടുങ്ങി മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ എത്ര ജന്മമെടുത്താലും ജീവനുള്ള കാലത്തോളം ഏറ്റവും നല്ല നിധി ഗുരുസന്നിധിയാണെന്ന് തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.